വീട്ടിലേക്ക് കടക്കുവാൻ ഒരു വഴിയില്ലാതെ പെരുവഴിയിലായിരിക്കുകയാണ് കടക്കാവൂർ സ്വദേശിനി ബിന്ദുവും മക്കളും. വഴിത്തർക്കം മൂത്തപ്പോൾ അയൽവാസി ബിന്ദുവിന്റെ വീടിന് ചുറ്റും വൻമതിൽ കെട്ടിപ്പൊക്കി. അയൽവാസിയുമായി വഴിത്തർക്കം നിലവിലുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കടക്കാവൂർ വയലിൽ വീട്ടിൽ ബിന്ദു നനച്ചിരുന്നില്ല. പനിപിടിപെട്ടപ്പോൾ മക്കളെയും കൂട്ടി സഹോദരിയുടെ വീട്ടിലേക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കയറാൻ വഴിയില്ല, ചുറ്റിലും വൻമതിൽ. എനിക്ക് പനിയായിട്ട് 2-4 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ കിടപ്പായിരുന്നു. ഇന്നലെ മെനങ്ങാന്ന് സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പനിയായിട്ട് ഞാൻ പോയി. ഞാൻ സന്ധ്യയ്ക്ക് പോകുമ്പോഴും ഒരു പ്രശ്നമില്ല, അന്ന് നിർത്തി വെച്ചിരുന്ന കണക്ക് ഇത് കിടക്കുകയായിരുന്നു. നേരം വെളുത്ത് രാവിലെ 7 മണിക്ക് എൻ്റെ മോൻ പഠിക്കാൻ പോവാൻ ബുക്ക് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കാണാം എൻ്റെ കൊച്ച് അതേ കണക്ക് തിരിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നു. അമ്മ വീട്ടിൽ കയറാൻ പറ്റിയില്ല, ബുക്ക് എടുത്തില്ല, നമുക്കൊന്നിനും പറ്റുന്നില്ലമ്മ, അവർ 4 ഇറ്റും അതിൽ കെട്ടി അടച്ച് നമുക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റൂല എന്നും പറഞ്ഞു കൊച്ചു കുറി വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഞാനും കൂടെ വന്ന് നോക്കിയപ്പോൾ കാണാം അവരെല്ലാവരും കൂടെ അതിനകത്തോട്ട് പോലും എന്നെ പ്രവേശിപ്പിക്കാൻ താമസിക്കാതെ എല്ലാവരും കൂടെ കവർ ചെയ്ത് നിന്ന് ചിരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ കവർ ചെയ്ത് നിൽക്കുന്നു. പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ വാക്കുകൾ അവഗണിച്ച് അയൽവാസി തന്റെ വീടിന് ചുറ്റും മതിൽ നിർമ്മിച്ചതായി ബിന്ദു പറയുന്നു. വഴിത്തർക്കം സംബന്ധിച്ച കേസ് 21-ന് വാദം കേൾക്കാനിരിക്കെയാണ് എതിർകക്ഷി ഇങ്ങനെയൊരു ധാർഷ്ട്യം കാട്ടിയതെന്ന് ബിന്ദു പറയുന്നു. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഈ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണത്രേ. മതിൽ കെട്ടി വന്നപ്പോഴത്തേക്കും എൻ്റെ വീടിന്റെ ഫ്രണ്ട് എത്തിയപ്പോൾ അവർ വഴി ഇടുന്നില്ല. രണ്ടാമത്തെ കല്ല് വെച്ച് വന്നപ്പോൾ വഴി ഇടുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് വഴി ഇടാതെ കെട്ടാൻ പറ്റൂല, എൻ്റെ 2 മക്കളും പരീക്ഷയ്ക്ക് പോയേക്കായിരുന്നു, കൊച്ചുങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അകത്ത് കയറണ്ടേ, അങ്ങനെ ഞാൻ കെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ശകുന്തള പോയി പിന്നും ഒരു പോലീസിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ പോലീസ് പറഞ്ഞ് അവർക്ക് വഴി ഇടാതെ കെട്ടി അടച്ചാൽ പിന്നെ അപ്പുറം ഇപ്പുറം ഇറങ്ങണ്ടേ, അതുകൊണ്ട് തൽക്കാലം നിർത്തി വെക്കാൻ പറഞ്ഞു. നിങ്ങളെ വിളിപ്പിച്ച് ഒരു ഇതൊക്കെ ആയതിനു ശേഷം ഇനി കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി വെച്ചേക്കായിരുന്നു. നീതിയും നിയമവും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന നാട്ടിൽ സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും നഷ്ടപ്പെട്ട ഒരു സാധു സ്ത്രീ. ACV ന്യൂസ്, ചിറയൻകീഴ്.